അങ്ങനെ ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണത്. അതായത് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു എക്സാമ്പിൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് തുടങ്ങാൻ നേരത്ത് ഞാൻ ആലോചിച്ചത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് വേണം, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറ വേണം, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് വേണം, പെർഫെക്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണം, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ സാധനം നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ ഇവഞ്ചലി എന്താ സംബന്ധിച്ച് ഏകദേശം 1 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നത്, ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫേസ് കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അവരൊക്കെ എന്തൊക്കെ എന്നെപ്പറ്റി ഇവർ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളഞ്ഞു. അവിടെ എന്താ സംഭവിച്ചത്? ഫിയർ ഓഫ് ഫെയിലിയർ. ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പേടി കാരണം കാര്യങ്ങൾ നീക്കി പോവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്, ഞാൻ കിഡിലിനായിട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും, അപ്പോൾ ആളുകൾ അവൻ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, വിച്ച് വാസ് എഗെയിൻ റോങ്. അലി അബ്ദാൽ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, പബ്ലിഷ് ബിഫോർ പെർഫെക്റ്റ്. നമ്മൾ പബ്ലിഷ് ചെയ്യുക, ലൈക്ക് പിന്നെ പബ്ലിഷ് ചെയ്യുന്ന സെൻസ് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ വേൾഡിലാണ് പറഞ്ഞത്. ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. അതായത് നമ്മൾ റെഡി ആവണേ മുമ്പ് നമ്മളങ്ങ് ചെയ്യുക. ഇപ്പം ഞാൻ നീന്തൽ പഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാൻ നേരത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ മേളിൽ ഒരു വലിയ സ്റ്റെപ്പ് പോലെ, വലിയ തട്ട് പോലെ സ്ഥലമുണ്ട്. അവിടെ കയറിയിട്ട് നമ്മളിങ്ങനെ നോക്കുക, ഇത് നല്ല പാടാണ്, ആഴമുണ്ട് എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ താഴോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ നടക്കും. നമ്മൾ വെള്ളത്തിയിട്ട് ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ ഇറങ്ങിയാലാണ് നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ അതിൽ പറഞ്ഞ് നിനക്ക് നീന്തൽ പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാ വെള്ളം ഡെപ്ത് എന്നൊക്കെ പറഞ്ഞു തന്നു. പുള്ളി പറഞ്ഞു നിന്നെ ഞാൻ കുളം ആദ്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി മേളിൽ കയറി. ഞങ്ങൾ ആ പുള്ളിയുടെ കുളം ഇവിടെ പോരുത്, ഇവിടെ ഭയങ്കര ആഴാണ്, ഇങ്ങനെയൊക്കെ പുള്ളി കാണിച്ചു തന്നിട്ട് പുള്ളി എന്നെ തള്ളിയും കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പൊങ്ങിയിട്ട് ഞാൻ പൊങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളി ലൈക്ക് മേളിൽ നിൽക്കുന്നു. ലൈക്ക് എൻ്റെ കൂടെ വെള്ളത്തിലുണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ നീന്തി കരക്ക് കയറുന്നു. എനിക്ക് പേടിയായി. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഞാൻ കൈയൊക്കെ കാണിച്ചു, കൈയൊക്കെ അടിച്ചു, പക്ഷെ മുങ്ങിപ്പോയി. പിന്നെ അവരെന്നെ പൊക്കിയെടുത്തു, തിരിച്ച് കൊണ്ടുവച്ചു. അപ്പോൾ അത് ചെയ്തതോടെ എൻ്റെ ഫിയർ എന്നുള്ള സാധനങ്ങൾ പോയി. അവിടെ എന്താ പുള്ളി ചെയ്തത് ആക്ച്വലി ഒരു നല്ലൊരു ട്രിക്കാണ്. ലൈക്ക് പുള്ളി ഞാൻ റെഡിയാണെന്ന് നമുക്ക് നമ്മളെല്ലാ ഫീലിങ്ങും വെച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് വർക്ക്. പുള്ളി എന്നെ തള്ളിയും കിട്ടും. ലൈക്ക് യു ടച്ച് ദ വാട്ടർ ഫസ്റ്റ്, ലൈക്ക് യു ഫേസ്. അവിടെ ഒത്തിരി ആളുകളുണ്ട്. ആൻഡ് ആ സേഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു കോർണറിലാണ് പുള്ളിനെ തള്ളിയിട്ടത്. ഞാൻ മുങ്ങിപ്പോയാലും ഐ ക്യാൻ ആക്ച്വലി ലൈക്ക് കംഫർട്ടബിളി അവർക്ക് എന്നെ പിടിച്ചേറ്റാന്നൊരു പോയിന്റ് ആയിരുന്നു. സോ ഹി വാസ് വെരി ഗുഡ്. ഹി വാസ് എ ഗുഡ് ടീച്ചർ ടു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി നീന്തൽ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഇതൊരു നല്ലൊരു എക്സാമ്പിളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇപ്പം തന്നെ ആ പെർഫെക്ഷനിസ്റ്റ് മെൻറ്റാലിറ്റി എടുത്തിട്ട് കളഞ്ഞിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകൾ 90% ആൾ കാണുന്ന ഫോണിനകത്തായിരിക്കും. ഈ ഫോണിൻ്റെ ഒരു ക്യാമറ ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺലൈറ്റ് നല്ല സമയത്ത് പുറത്തിറങ്ങിയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് മൈക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഹെഡ്സെറ്റ്സ് വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അത് കുറച്ച് ക്യാമറ അത്യാവശ്യം നല്ലതാണ്. ഐഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു മൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ, ചീപ്പറായിട്ടുള്ള മൈക്ക് മേടിച്ചാൽ മതി, വലിയ പൈസയൊന്നും വേണമെന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കിൽ പെർഫെക്ഷനിസം, ജസ്റ്റ് പോസ്റ്റ് 1 വീഡിയോ, ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫീഡ്ബാക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഫിയർ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. അയ്യോ അവർ കാണും, അവർ കാണും. പക്ഷേ എനിക്ക് മനസ്സിലായി കുറച്ച് ആളുകൾ നമ്മളെ എന്തായാലും ക്രിട്ടിസൈസ് ചെയ്യും. ലൈക്ക് നോ മാറ്റർ വാട്ട്, ലൈക്ക് സം ഫ്രണ്ട്സ് വിൽ ലൈക്ക്, ഈ കുറച്ച് ആളുകളുണ്ട് കുറച്ചുകൂടി നമ്മൾ നന്നായിട്ട് കളിയാക്കും. യു ടേക്ക് ഇറ്റ് ഇൻ, ഇറ്റ്സ് ഓൾ ഗുഡ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. പക്ഷെ കുറേ ആളുകൾ വന്നിട്ട് ജെന്യൂനായിട്ട് ഫീഡ്ബാക്ക് തരും. അത് പറയുന്ന ആളുകൾ നമുക്ക് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ആളുകളാണ്. ലൈക്ക് വേൾഡിലുള്ള കുറേ ആളുകൾ നമ്മളോട് ഇത് നല്ലതാണ്, നല്ല കണ്ടന്റാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കൂടുതൽ ചെയ്യണം. അപ്പോൾ കുറേ ആളുകൾ നമ്മുടെ സജഷൻസ് ചോദിക്കാൻ തന്നെ, നിങ്ങളെങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ഇത്ര പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെ ഇത്ര ബുക്ക് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി, ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ ഫീഡ്ബാക്കാണ് നമുക്ക് വേണ്ടത്, ഫിയർ അല്ല വേണ്ടത്. വി നീഡ് ഫീഡ്ബാക്ക്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഐട്രേറ്റ് വീക്ക്ലി. അപ്പം വീക്ക്ലിയുടെ കാര്യം പറയുമ്പോൾ അഗെയിൻ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അഗെയിൻ നമുക്കൊന്ന് ലൈക്ക് സ്ട്രെസ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ്. ഇതെൻ്റെ മന്ത്ലി ട്രാക്കറാണ്. ഐ ട്രാക്ക് മൈ സ്റ്റഫ് ആൻഡ് ഐ ട്രേഡ് വീക്ക്ലി. ഞാൻ വീക്ക്ലി ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ, മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്സ് നമുക്ക് സംഭവിക്കും. ആൻഡ് മിസ്റ്റേക്സ് ആർ വെരി നോർമൽ. ഇറ്റ് ഷുഡ് ഹാപ്പൻ, നടക്കണം. എന്നാലാണ് നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ദർ ഇസ് ഓൺലി വൺ ലൈക്ക് മാജിക് വേർഡ് ദാറ്റ് ഐ വാണ്ട് ടു സേ, ലൈക്ക് സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. മാജിക് വേർഡ് അല്ല, മാജിക് സെൻറ്റൻസ് ആണ്, സോറി. നിങ്ങൾ റെഡിയാണ് മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക.
ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ ഇത്രയും നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രത്തോളം ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിന് ഒരുപാട് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.